ഷീലാമ്മയ്ക്ക് നമ്മള് ഇപ്പം ഒരു പാട്ടെടുക്കുകയാണ്. അവിടെ ഇപ്പം ചെറിയ പാട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു കൊറിയോഗ്രഫിയുടെ ഏരിയയിൽ ഇപ്പൊ ഷീലാമ്മയ്ക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷീലാമ്മ ഒരു സീൻ അഭിനയിക്കുമ്പം ആ സീൻ ഇന്ന തരത്തിൽ ചെയ്യാം. ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലും ചിലപ്പം കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നസീർ സാർ കാലത്ത് ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫി അല്ല, ഡാൻസ് മാസ്റ്ററേ അല്ല. പൂന്തേൻ അരുവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓടിക്കുന്നത്. ഡാൻസ് മാസ്റ്റർ എവിടെ ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫി. ഞാൻ തിരിച്ചു വന്നപ്പോ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ എന്തിനാ ഡാൻസ് മാസ്റ്റർ അങ്ങനെ ചോദിക്കും. അങ്ങനെയില്ല. അപ്പോ പക്ഷെ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഡയറക്ടർ പറയുന്ന പോലെയേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഡയറക്ടർ പറയുന്ന അപ്പുറം ഞങ്ങൾ ചെയ്യത്തില്ല. ഡയലോഗ് വരയ്ക്ക് അവർ എഴുതി വെച്ചത് മാത്രമേ, അതും നാടകത്തിൽ വേണ്ടിയ എഴുതി വെച്ചതായിരിക്കും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, പിന്നെ ഇനിയൊന്ന് അഗ്നിപുത്രി, ഇതൊക്കെ നാടകത്തിൽ വന്നതല്ലേ. അപ്പോൾ അവർ നാടകത്തിലുള്ള ഡയലോഗ്സ് അത് അപ്പുറം ഇപ്പുറം പറയാനും അവർ സമ്മതിക്കില്ലേ, ഞങ്ങൾ പറയത്തില്ല. അത് നമ്മൾ പറയുന്നു, ഞാൻ എനിക്ക് വയ്യ, ഞാൻ പോവാണെന്ന് പറയാം. എനിക്ക് വയ്യ, ഞാൻ പോവാണ്, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് വയ്യ, ഞാൻ പോവാണ്. ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് വയ്യ, ഷോ ഞാൻ പോവാണ്, അങ്ങനെ റിയാക്ഷൻ കൊടുക്കാം. അങ്ങനെയൊന്നും പാടില്ല. എന്താ നിങ്ങൾ അങ്ങനത്തെ റിയാക്ഷൻ? അതൊന്നും വേണ്ട, ഡയലോഗ് പറഞ്ഞാൽ മതി അല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും സ്വാതന്ത്ര്യമേ ഇല്ല അഭിനയിക്കാൻ. എന്നിട്ടും അതിന്റെ അങ്ങനെ സ്വാതന്ത്ര്യം പോകുമ്പോഴേ അഭിനയം കുറച്ചുകൂടെ പ്രഷറുള്ളൊരു പണിയും കൂടെ ആവും. പ്രഷറേ നമുക്ക് ഇതുമായിട്ട് നമ്മുടെ മനസ്സിൽ ഇത് കണക്കല്ല, സമ്മർദ്ദമുണ്ട്. കുറെ ആദ്യം അറിയില്ല, പിന്നെ കുറെ കാലം കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യണം തോന്നുന്ന ഒരു കാലം വരില്ലേ. പിന്നെ സെറ്റില് ലൈവ് അല്ലായിരുന്നു നമുക്ക്. അതെ, ഡയലോഗ് ഒന്നും ലൈവ് ആയിരുന്നു. അതിന് ഈ ക്ലാപ്പില് ഈ അടിക്കുന്ന ഒച്ച വന്നത് തന്നെ ഈ സൗണ്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അടിയുടെ ശബ്ദത്തിന്റെ ക്ലിക്കിലാണ് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് പറയുമ്പോഴേ ഒരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ രാമു കാര്യത്തില്ലേ, ചെമ്മീന്റെ ഡയറക്ടറാണ്. അങ്ങേർക്ക് അഭിനയിക്കണമെന്ന് വലിയ ആശയാണ്. ഭയങ്കര ആശയമാണ്. അഭിനയത്തോടൊക്കെ വലിയ ഇഷ്ടമാണ്. രമണൻ എന്നൊരു പടം എടുത്തു. രമണൻ ഓർക്കുന്നുണ്ടോ? രമണൻ ആ പടത്തില് അങ്ങേരാണ് എന്റെ മുറച്ചെറുക്കൻ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരണം. ഓ, പെണ്ണങ്ങ് വളർന്നു പോയല്ലോ എന്ന് എന്നെ നോക്കി പറയണം. അവിടെ വന്നു, ഓ കട്ട് 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 അത്രയും വരത്തുള്ള. പിന്നെ ടേക്ക് 4 സീൻ നമ്പർ 5 ടേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കില്ലേ, പെണ്ണെ വളർന്നു, വേണ്ട 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 വേണ്ട. അങ്ങനെയൊക്കെ ക്ലാപ്പ് കാണാൻ പാടില്ല. ക്ലാപ്പ് ഇല്ലെങ്കിൽ ഞങ്ങൾ അഭിനയിക്കും. പക്ഷെ ക്ലാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കില്ലല്ലോ ആ കാലത്ത്, എഡിറ്റിങ്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു ലാസ്റ്റ് ക്ലാപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് കഴിഞ്ഞ് പറഞ്ഞ പിന്നെ ഓടി വന്ന് ക്ലാപ്പ് എടുക്കും. അങ്ങനെ 2-3 പടത്തിൽ അങ്ങനെ 2-3 പടത്തിൽ അങ്ങേര് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. രാജൻ എന്നോ മറ്റല്ല കഥാപാത്രത്തിന്റെ പേര് വരുന്നതായിട്ടോ ഇങ്ങനെയോ ഒരു കഥാപാത്രം. ഞാൻ ഇവനെ പറ്റിച്ചോണ്ട് അവന്റെ കൂടെ പോവും.